33 സ്വർഗത്തിൽ. എങ്ങനെ? മുകഹ്ഹലീൻ, അവർ സുർമയിട്ടവരായിരിക്കും സദാ സമയവും. ഫീ സൂറത്ത് യൂസുഫ്, അവരുടെ മുഖകാന്തി, ലോകത്തിന്റെ സൗന്ദര്യ തടമ്പ് സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൗന്ദര്യായിരിക്കും. വഫീ ഖൽഖി ആദം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരപ്രകൃതിയായിരിക്കും സ്വർഗത്തിലെ എല്ലാ മെമ്പേഴ്സിനും ഉണ്ടാവുക. വഫീ ഖൽബി അയ്യൂബ്, സ്വർഗവാസികളായ ജനങ്ങളുടെ ഹൃദയം, മനസ്സ് എല്ലാം ക്ഷമിക്കാൻ പാകമുള്ള അയ്യൂബ് പ്രവാചകന്റെ അലൈഹിസ്സലാം മനസ്സായിരിക്കും. അതുകൊണ്ട് തന്നെ അബ്നാഉ സലാസും വസലാസീൻ, അവര് 33കാരാണ്. അവർക്കിടയിൽ ഒരിക്കലും വിദ്വേഷമില്ല, അവർക്കിടയിൽ കുശുമ്പില്ല, അവർക്കിടയിൽ കുന്നായ്മയില്ല. ഇതാണ് സ്വർഗത്തിന്റെ അവസ്ഥ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ സ്വർഗം കണ്ടൊരു രാത്രിയാണ്, രാവാണ്, നാളെയുടെ രാവ്. तू साहिबे लौलाक है, तू साहिबे मिहराज है, तू साहिबे लौलाक है, तू साहिबे मिहराज है. അങ്ങ് ലൗലാക്കിന്റെ ഉടമയാണ് റസൂലേ, അങ്ങ് മിഹറാജിന്റെ ഉടമയാണ്. അതുകൊണ്ട് ലൗലാക്കും മിഹറാജും ഇസ്റാഉം അങ്ങയുടെ അത്ഭുതമാണ്. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. എന്തൊരു അത്ഭുതമാണ്! ഒറ്റ രാത്രിയാണ് ഈ സഞ്ചാരം. അതിൽ ജിബ്രീൽ അലൈഹിസ്സലാം പറയാൻ, പോവുക നബിയോരേ തങ്ങൾ പോവാൻ മറക്കരുതേ, കേറുക നബിയോരേ തങ്ങൾ കേറാൻ മറക്കരുതേ. ഒരു നിശ്ചിത സ്ഥലം എത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പരിശുദ്ധ റസൂലിനോട് പറഞ്ഞു, ഇനി നബിയെ അങ്ങ് പോകുക. ജിബ്രീലിന്റെ ബോർഡർ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് ലംഘിക്കാൻ ഇനി അള്ളാഹുവിന്റെ മുഖറബായ മലക്കിന് പോലും അധികാരമില്ല, അവകാശമില്ല, പെർമിഷനില്ല, സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് അങ്ങേക്ക് പോകാം. അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് പരിശുദ്ധ റസൂലും അള്ളാഹുവും തമ്മിൽ അടുത്തത്. എങ്ങനെ അടുത്ത്? വകാന ഖാബു ഖൗസൈനി ഔ അദ്നാ, അമ്പും വില്ലും എത്രമാത്രം അടുക്കാറുണ്ടോ അങ്ങനെ ഞാനും എന്റെ ഹബീബും അടുത്തു എന്ന് പരിശുദ്ധ തമ്പുരാൻ ഖുർആനിൽ. അത് വല്ലാത്തൊരു കൂടിക്കാഴ്ചയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഒളി തൂരി സീനാ പർവ്വതത്തിന്റെ മുകളിൽ വെളിപ്പെട്ടപ്പോഴേക്ക് ഖറ മൂസാ സൈഖ, മൂസാ നബി അലൈഹിസ്സലാം ബാക്കിലേക്ക് വീണു, പിറകോട്ട് വീണു. പരിശുദ്ധ റസൂലും അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവും തമ്മിൽ നടന്ന മുനാജാത്ത്, നേരിട്ടുള്ള സംഭാഷണത്തിന് സാക്ഷ്യം വഹിച്ച ഒരു രാവാണ് നമ്മുടെ മുമ്പിലേക്ക് മിഅ്റാജിന്റെ രാവ് കടന്നു വരുന്നത്. അത് നമ്മള് സ്മരിക്കണം. അതിന്റെ ശുക്റാണ് ശരിക്കും നമ്മളുടെ. നമുക്ക് അല്ലാഹു തആല തന്ന ഗിഫ്റ്റിന്, അള്ളാഹുവിന് നമ്മളൊരു പ്രസന്റേഷൻ തിരിച്ചു കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ അല്ലാഹു തആല അടുത്തേക്ക് വിളിച്ച് ആദരിച്ചിട്ട് നിസ്കാരം കയ്യിൽ കൊടുത്തു. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. 5 വക്ത് നിസ്കാരം നമ്മുടെ പങ്ക്ച്വാലിറ്റിയാണ്, ബയോളജിക്കൽ ക്ലോക്കാണ്. സൂര്യൻ ഇത്ര തെറ്റുമ്പോ ഈ നിസ്കാരം, സൂര്യൻ ഇത്ര തെറ്റിയാൽ ഈ നിസ്കാരം, അന്തരീക്ഷത്തിലെ ചുവപ്പ് പ്രത്യക്ഷപ്പെട്ടാൽ നിസ്കാരം, ചുവപ്പ് മാഞ്ഞാൽ നിസ്കാരം. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. പങ്ക്ച്വാലിറ്റിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നിസ്കാരം. ആ നിസ്കാരത്തിന്റെ വാർഷിക മഹാസമ്മേളനാണ് റജബ് മാസം 27-ന് കടന്നു വരുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഏതൊരു പെൺകുട്ടിയുടെ പിതാവും മാതാവും ആദ്യം ഒരു മുറച്ചെറുക്കനെ പ്രപ്പോസ് ചെയ്ത് തന്റെ പെൺകിടാവിന്റെ ജീവിതത്തിലേക്ക് ഒരു പുതുമണവാളനായി കൊണ്ടുവരുമ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചോദിക്കേണ്ട ആദ്യത്തെ ക്വസ്റ്റ്യൻ, പയ്യൻ നിസ്കരിക്കുന്ന ആളാണോ? വേറൊന്നും വേണ്ട. നിസ്കാരത്തിന്റെ ഗൗരവമില്ലാത്ത ചെറുപ്പക്കാരാണെങ്കിൽ അവരിനി വേറെ എന്താ അമലുണ്ടായിട്ടും കാര്യമില്ല. ഒരുപാട് ദിക്റുണ്ട്. ആള് രാത്രി കാലങ്ങളിലൊക്കെ തന്നെ എഴുത്തിക്കാഫിരിക്കുന്ന ആളാ.
ആള് വലിയ ദാനധർമ്മിഷ്ഠനാണ്, നിസ്കാരമില്ല. ഞാൻ പറയാണ് വേറുള്ള അമലുകളൊക്കെ കുറച്ചാണ്ട് കുറഞ്ഞാലും ശരി, നിസ്കാരം പെർഫെക്റ്റ് ആയിട്ട് നിർവഹിക്കുന്ന ആളാണ് എന്ന് ഒരു ചെറുപ്പക്കാരനെ പറ്റി 100% ബന്ധുക്കൾക്ക് വേണ്ടപ്പെട്ടവർക്ക് പറയാൻ അസന്നിഗ്ധമായി സാധിക്കുമെങ്കിൽ അവൻ വിജയിയാണ്. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون. അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ അടയാളം പറയാണ്, സ്വലാത്ത്, നിസ്കാരം കയ്യിലുള്ളവനാണ് മുഅ്മിൻ. നമ്മളൊന്ന് ആലോചിച്ചു, നമ്മളൊരു ഫർളായ നിസ്കാരത്തിന്റെ വിഷയത്തിൽ യാതൊരു ഗൗരവവും കാണിക്കാത്ത ആൾക്കാരായി മാറാണ്. മരിക്കണ്ടേ? ഒരു ഫർള് നിസ്കാരം മാറ്റി വെക്കാൻ എന്ത് അധികാരമാണ് നമുക്കുള്ളത്? അള്ളാഹു എല്ലാ ആനുകൂല്യം തന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്നത് വളാഞ്ചേരി ഭാഗത്തുനിന്നാണ്. എനിക്ക് 132 കിലോമീറ്ററിനേക്കാൾ അപ്പുറത്തുണ്ടെങ്കിൽ എന്റെ 4 റക്അത്തുള്ള ദുഹറിനെ 2 ആക്കാം. ഞാനത് നിർവഹിച്ചു. ഇത് ഇസ്ലാം തന്ന ആനുകൂല്യാണ്. 4 റക്അത്തുള്ള അസ്റിനെ എനിക്ക് 2 ആക്കാം. അതെന്റെ മതം തന്ന ആനുകൂല്യമാണ്. അത് ഖസ്ർ. ഇനി ജംഉണ്ട്. ദുഹറിന്റെ നേരത്ത് വേണമെങ്കിൽ അസറിനെ പിന്തിപ്പിച്ച് ജമ്മാക്കാം, മുന്തിച്ച് ജമ്മാക്കാം. വേണ്ട, ദുഹറിനെ പിടിച്ചിട്ട് അസറിലേക്ക് പിന്തിപ്പിച്ച് ജമ്മാക്കാം. ഒരു വക്തിൽ 2 വക്തും കൂട്ടി നിസ്കരിക്കാം. അത് തന്നെ 4 ഉള്ളത് 2 ആക്കി നിസ്കരിക്കാം. ഇശാന്റെ നേരത്ത് മഗ്രിബ് നിസ്കരിക്കാം, മഗ്രിബിന്റെ നേരത്ത് ഇശാവും കൂടി നിസ്കരിക്കാം. ഇത്രയും വലിയ ആനുകൂല്യം തന്നത് എന്തിനാ പിന്നെ മതം? എന്നിട്ട് നമ്മൾ ചിന്തിക്കണം, ഒരു ഭാഗത്ത് അങ്ങനെ നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവന് ഇരുന്ന് നിസ്കരിച്ചോട്ടെ എന്ന് വേറെ മസാല. ഒരു ഭാഗത്ത് ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ആള് കിടന്ന് നിസ്കരിക്കട്ടെ. കിടന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ആള് കണ്ണുകൊണ്ട് നിസ്കരിക്കട്ടെ. കണ്ണുകൊണ്ടൊക്കെ ഒരാൾ നിസ്കരിക്കുന്ന കണ്ടീഷൻ ഏതായിരിക്കും? അപ്പൊ അതൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ കണ്ണുകൊണ്ട് റുക്കൂൾ, കൺപോള കൊണ്ട് എഴുത്തിദാൽ, കൺപോള കൊണ്ട് സുജൂദ്. അപ്പോഴും അല്ലാഹു തആല നിസ്കരിക്കണ്ടെന്ന് പറയുന്നില്ല. റമളാൻ മാസം വരാൻ പോവാണ്. നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആൾക്ക് മുദ്ദ് കൊടുത്താൽ മതി, അല്ലാതെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് നോമ്പ് നോൽക്കണം എന്ന് അല്ലാഹു തആല പറഞ്ഞില്ല. സക്കാത്ത് കൊടുക്കാനുള്ള നിസാബ് എത്തുകയാണെങ്കിൽ മാത്രം 2.5% സക്കാത്ത് കൊടുത്താൽ മതി. നിസാബ് എത്താത്തവന് സക്കാത്ത് ഇല്ല. ഹജ്ജ് ചെയ്യാൻ മുതല്, തടി, വഴി ഇതൊക്കെ സെക്യൂർ ആണെങ്കിൽ മാത്രം ഹജ്ജ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ അല്ലാഹു തആല ഹജ്ജ് ചെയ്യാത്തത് എന്തേന്ന് ചോദിക്കൂല. എന്നാ ഞാനൊന്ന് ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരം നമുക്ക് ചെയ്യാൻ കഴിയൂലെങ്കിൽ മുദ്ദ് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ടോ? നമ്മളെ മക്കളെ കൊണ്ട് പകരം നിസ്കരിപ്പിക്കാൻ ഓപ്ഷൻ ഉണ്ടോ? മരിച്ചുപോയ വാപ്പാക്ക് വേണ്ടിയിട്ട് ഹയാത്തിലുള്ള മക്കൾ അവരെ പേരിലുള്ള ഹജ്ജ് ചെയ്താൽ പിന്നെ മരിച്ചുപോയ വാപ്പാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാറുണ്ട്. നിങ്ങൾ ചരിത്രത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മരിച്ചുപോയ വാപ്പാന്റെ ഖളാ ആയ നിസ്കാരം മക്കളെ ഖളാ വിട്ടണത്? There is no option. ഇസ്ലാമിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇത് നമ്മൾ ചെയ്ത് തീർക്കേണ്ട സാധന. ഇതിൽ നിസ്കാരം മാത്രമാണ് വേറിട്ട് നിൽക്കുന്നത്. നാളെ മഹ്ശറയിൽ ചെന്നാൽ ആദ്യം അല്ലാഹു തആല ചോദിക്കുന്ന അമലും നിസ്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു പ്രപ്പോസൽ വരുമ്പോ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന മരുമകൻ, നമ്മുടെ പിയാപ്പിള, നമ്മുടെ കുട്ടിയുടെ ജീവിതത്തിലേക്ക് കയറി വരുന്ന വരൻ നിസ്കാരണ്ടോ എന്നുള്ളത് ആദ്യം നിങ്ങൾ ചോദിക്കണം. ഇത് ദീനിന്റെ ഐഡന്റിറ്റിയാണ്. നിസ്കരിക്കാത്തവന് ദീനിന്റെ ഐഡന്റിറ്റി ഇല്ല. അവന് എന്ത് ഇസ്ലാമിന്റെ കൾച്ചറിലേക്ക് കടന്നു വന്നാലും, എന്ത് ഇസ്ലാമിസം അവന്റെ ജീവിതത്തിൽ പ്രകടിപ്പിച്ചാലും അവന് നിസ്കാരല്ലേ? നോട്ട് എ മുസ്ലിം. അവൻ മുസ്ലിമേ അല്ല. അവൻ ഇസ്ലാമിന്റെ ഐഡന്റിറ്റി ഇല്ല. ഇസ്ലാമിന്റെ പേരിൽ എന്റെ മത ഇസ്ലാമാണെന്ന് പറഞ്ഞ് നടക്കാനുള്ള അധികാരം ദീനുൽ ഇസ്ലാം അവന് കൊടുത്തിട്ടില്ല. ഇത്രത്തോളം ഇസ്ലാം മസല പറയുന്നുണ്ട്. ഇതൊരു ഇസ്ലാമിക രാജ്യമാണ്. നിങ്ങളൊരു കപ്പലിൽ യാത്ര ചെയ്യാൻ, കപ്പിത്താൻ പെട്ടെന്ന് കടലിന്റെ മധ്യഭാഗത്തെത്തിയപ്പോ നിങ്ങളോട് പറഞ്ഞു, ഈ കപ്പലിന് ഭാരം കൂടുതലാണ്, അതുകൊണ്ട് ഒരു 65 കിലോ ഭാരം ഈ കപ്പലിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടില്ലെങ്കിൽ കപ്പലിലുള്ള മുഴുവൻ ആളുകളും മുങ്ങിച്ചാവാൻ, മരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ
ഇസ്ലാമിക രാജ്യമാണെങ്കിൽ അതിനകത്ത് നമ്മുടെ വളർത്തു പട്ടിയുണ്ട്, വളർത്തു നായയുണ്ട്, മറ്റ് മൃഗങ്ങളുണ്ട്. എന്നാൽ പോലും നിസ്കരിക്കാത്ത ഒരു മനുഷ്യനെ പിടിച്ച് പുറത്തേക്ക് എറിഞ്ഞിട്ട് ഭാരം ലഘൂകരിച്ചാൽ എന്തേ അവനെ വലിച്ചെറിഞ്ഞെന്ന് പറഞ്ഞാണ്ട് നാളെ റബ്ബ് മഹ്ശറയിൽ ചോദ്യം ചെയ്യില്ല എന്ന് വരെ മസ്അല പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിന്റെ തീവ്രവാദത്തിന്റെ ഒരു ഭാഗമല്ലേ ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു മുസ്ലിം രാജ്യമാണ് എങ്കിൽ നിസ്കരിക്കാത്ത മനുഷ്യനെ പിടിച്ചിട്ട് എറിഞ്ഞിട്ട് ഭാരം ലഘൂകരിച്ചാൽ അള്ളാഹു ചോദിക്കൂല. അതിന്റെ അപ്പുറത്ത് അവനെ പിടിക്കാതെ ഈ വളർത്തുപട്ടിയെ പിടിച്ച് വലിച്ചെറിഞ്ഞാൽ ചിലപ്പോൾ അള്ളാഹു താല ചോദിക്കും. കാരണം അള്ളാഹു താല വേറെ ഹുക്കുമ് കൊടുത്തൊരു പടപ്പാണല്ലോ, ഇതും അള്ളാഹു റൂഹ് കൊടുത്തൊരു സാധനമാണല്ലോ, എന്തേ അതിനെ വലിച്ചെറിയാൻ കാരണം? നിസ്കരിക്കുന്നവന്റെ മുന്നിൽ കൂടെ ഒരാൾ നടക്കാൻ, ആ സമയത്ത് ഈ നടക്കുന്ന ആളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിസ്കരിക്കുന്ന ആള് 3 അനക്കൊന്നും അനങ്ങാത്ത നിസ്കാരം ബാത്തിലാവാതെ കൈയൊന്ന് ആഞ്ഞു വീശി അത് നടക്കുന്ന മനുഷ്യന്റെ മർമ്മത്തിൽ തട്ടി അത് മരണത്തിന് കാരണമായി. അല്ലാഹു തആല കൊലക്കുറ്റം പോലും കൊടുക്കൂല. ഇങ്ങനെ ഇസ്ലാമും നിസ്കാരവും ബന്ധം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളൊരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു. അവൻ ഇജ്തിഹാദ് നടത്തട്ടെ, എങ്ങോട്ടാവാൻ സാധ്യതയുണ്ട് ഖിബില. അവന്റെ ഒരു തോന്നല് ഖിബില ഈ ഭാഗത്തേക്കാണ്. അങ്ങനെ അവന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കട്ടെ. അവിടെ വെള്ളമില്ല, വേണ്ട, അവൻ വെള്ളം വേണ്ട, അവൻ തേമം ചെയ്ത് നിസ്കരിക്കട്ടെ. അപ്പൊ അവന് വസ്ത്രമൊക്കെ കൊള്ളക്കാരി പിന്നെ കൊള്ളയടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്, അവൻ പൂർണ്ണ നഗ്നനാണ്. ആ മനുഷ്യനോട് ഔറത്ത് മറക്കാത്ത നിസ്കാരമില്ലല്ലോ എന്ന് പറയാനല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്. പിന്നെ അവൻ സൗഅത്താനി മറക്കട്ടെ. പരിസരത്ത് എവിടെയെങ്കിലും മരത്തിന്റെ ഇലകളുണ്ടെങ്കിൽ ആ ഇല എടുത്തിട്ട് അവന്റെ മുൻദ്വാരവും പിൻദ്വാരവും അവൻ മറക്കട്ടെ, ബാക്കി ഔറത്ത് അവിടെ കിടക്കട്ടെ. പക്ഷെ അവൻ നിസ്കരിക്കണം. ഈ മനുഷ്യന്റെ ഒക്കെ കണ്ടീഷൻ നമ്മൾ ആദ്യം പഠിക്കണം കേട്ടോ. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയതിന്റെ പേടിയുണ്ടാവും, വസ്ത്രങ്ങൾ കൊള്ളക്കാര് മോഷ്ടിച്ചു പോയതിന്റെ ദുഃഖമുണ്ട്. ആ സമയത്ത് നമ്മൾ ചിന്തിക്കോ എനിക്ക് നിസ്കാരമുണ്ട്. ആ മനുഷ്യന്റെ മസ്അല പോലും പഠിപ്പിച്ച ദീനാണ് ഞാനും നിങ്ങൾ ഉൾക്കൊള്ളുന്ന ദീൻ. ഇനി നമ്മളൊരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു, അവിടെ കുറച്ച് വെള്ളമുണ്ട്, അത് കലക്കു വെള്ളമാണ്, നമുക്ക് വസ്ത്രമില്ല. എന്നാ പുരുഷനാണെങ്കിൽ ആ കലക്കു വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്നിട്ട് പൊക്കിള് വരെ മറച്ചിട്ട് അവിടെ നിന്ന് നിസ്കരിക്കണം. ആ കലക്കു വെള്ളം അവന്റെ ഔറത്ത് മറക്കാനുള്ള വസ്ത്രമാണ് എന്നവൻ സങ്കല്പിക്കണം. അപ്പൊ അവിടെ സുജൂദ് എങ്ങനെയാ, അവിടെ റുക്കൂ എങ്ങനെയാ? ഇസ്ലാം പറയാൻ അവിടെ കഴിയുന്ന റുക്കൂ മദീൻ, അവിടെ കഴിയുന്ന സുജൂദ് മദീൻ. അവനോട് നിസ്കരിക്കണ്ടെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. വേറൊരു സ്ഥലത്ത് ഇസ്ലാമിന്റെ മസാല കാണാൻ സലാത്തുൽ ഖൗഫ്, പേടിച്ചോടുന്നവന്റെ നിസ്കാരം. നമ്മൾ യുദ്ധഭൂമിയിലാണ്, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആദ്യത്തെ സഫ് നിസ്കരിക്കുക, രണ്ടാമത്തെ സഫ് കാബല നിൽക്കുക, രണ്ടാമത്തെ സഫ് നിസ്കരിക്കുക, ആദ്യത്തെ സഫ് കാബല നിൽക്കുക. യുദ്ധത്തിൽ നിന്ന് ശത്രുവിൽ നിന്ന് ഓടുന്നവന്റെ നിസ്കാരം. ജമ്മ കസർ സലാത്തുൽ മുസാഫിർ. നിസ്കാരത്തിന് ഇത്രയും വലിയ കർമ്മശാസ്ത്ര മസാലകൾ പിന്നെ പഠിപ്പിച്ചത് നമ്മളെ കുട്ടികൾ പൊതുപരീക്ഷയിൽ ഡിസിഷൻ നേടാനാണോ അതോ ഖബറിൽ രക്ഷപ്പെടാനാണോ? എന്നാ ഞാൻ ചോദിക്കട്ടെ, ആഖിലും ബാലിഗും ഹുർറും മുകല്ലഫുമായ മുസ്ലിം സമുദായത്തിൽപ്പെട്ട എവരിബഡിയോട്, അതാണാവട്ടെ പെണ്ണാവട്ടെ, അല്ലാഹു തആല ബോധം തന്ന് അവന്റെ ദീനിനു വേണ്ടി പറഞ്ഞയച്ച ഓരോ മെമ്പറോടും ആദ്യം എന്റെ നഫ്സിനോട് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എന്തൊക്കെ റീസൺ ഒരു നിസ്കാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആളോട് പറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സിൽ കരുതി. ചിലപ്പോ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോലെടാ, നിങ്ങൾ പോയി എന്റെ തുണിയിൽ നജസ് ഉണ്ടാകും, എന്റെ തുണി ശരിയില്ല, എന്റെ ശരീരം ശരിയില്ല, എന്റെ വസ്ത്രം ശരിയില്ല. എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് നമ്മൾ പറ്റിയത് ആരെ മുമ്പിൽ രക്ഷപ്പെടാൻ? ഒരു നിസ്കാരം മനഃപൂർവ്വം ഖളാ ആക്കിയവൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്നുള്ള കലിമ ഷഹാദ ചൊല്ലി ഇസ്ലാമിക്ക് തിരിച്ചു വരണം. അപ്പൊ മനഃപൂർവ്വം ഖളാ ആക്കിയാൽ ഈ ബോർഡറിന് ആള് പുറത്തു പോയിണ്. ഇത്രയും ഗൗരവമുള്ള ഒരു സാധനം നിങ്ങളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ എന്റെ ഉമ്മമാരെ നിങ്ങൾക്ക് കഴിഞ്ഞോ എന്നാണ് ഇസ്റാ മിഅ്റാജ് എന്ന് പറയുന്ന നിസ്കാരത്തിന്റെ വാർഷിക സമ്മേളനം വരുന്നതിന്റെ തലേ ദിവസം എനിക്ക് ഈ സദസ്സിനോട് ചോദിക്കാനുള്ളത്. ഇത് കുറ്റപ്പെടുത്താനല്ല, നമ്മളെ മനസ്സിലാക്കാൻ. ബാക്കിയെല്ലാം ഉണ്ടാക്കാൻ പറ്റും, ബാക്കിയെല്ലാം ഉണ്ടാക്കാൻ പറ്റും. നിസ്കാരം ഖളാ ആകാതെ നിർവഹിക്കാൻ അതൊരു ബോധം കിട്ടിയിട്ട് തന്നെ വേണം, വിശിഷ്യാ വീട്ടിൽ നിന്ന് കിട്ടണം. എന്നിട്ട് നമ്മൾ അത്ഭുതം ജോലിയുടെ പേരിലൊക്കെ നിസ്കാരത്തെ അഡ്ജസ്റ്റ്മെന്റ് നടത്തുക.
എനിക്ക് ഡ്യൂട്ടി അങ്ങനെയാണ്, എൻ്റെ ഡ്യൂട്ടി ഷിഫ്റ്റ് ആണ്, എൻ്റെ ഡ്യൂട്ടി അങ്ങനെയാണ്, എൻ്റെ ഡ്യൂട്ടി ഇങ്ങനെയാണ്, അതുകൊണ്ട് എനിക്ക് നിസ്കരിക്കാൻ കഴിയൂല. കൂളായിട്ട് പറയാം. ചില പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് നമ്മളെ നാട്ടിൻപുറത്തൊക്കെ കണ്ടിരുന്നു, ജുമാഅത്ത് പള്ളിയിൽ പോയിട്ട് വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് മുമ്പ് നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ കുനൂത്ത്. നമ്മൾ കുറെ ആലോചിച്ച് പഠിച്ചു, ജുമാക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ എവിടെയാണ് കുനൂത്ത്? അത് അയാളെ സുബൈ ഖളാ വിട്ടാണ്. ഒരു മനുഷ്യനൊരു മാന്യത. അപ്പോ ഈ കാണുന്ന കുട്ടികളൊക്കെ മനസ്സിലാക്കാണ് എന്ത്, അയാള് സുബൈ, അയാളെ മനസ്സിൽ ഇപ്പൊ എന്താ, ഞാൻ കളാങ്കിലും വീട്ടുണ്ട് എന്ന് നാലാള് കുനൂത്ത് ഓതുമ്പോ മനസ്സിലാക്കി വിട്ടേ കാര്യം. പക്ഷെ ഇരിക്കുന്ന കുട്ടികളെന്താ മനസ്സിലാക്കുക? അപ്പൊ സുബൈയൊക്കെ ഇപ്പൊ ജുമാന്റെ നേരത്തെ വീട്ടിയാൽ മതിയില്ലേ? ആ കുട്ടികളുടെ മനസ്സിലത് പതിഞ്ഞു. ചെറുപ്പകാലത്തിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം, കാരസ്കരത്തിൻകൊരു പാലിലിട്ടാൽ കാലാന്തരെ കൈപ്പു ശ്രമിപ്പതുണ്ടോ? ആ കുട്ടി ജന്മം ഉണ്ടെങ്കിൽ നന്നാവൂല. ഇത് അള്ളാഹു പഠിപ്പിച്ച ഇസ്ലാമാണ്. അത് പഠിക്കൽ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. എനിക്ക് അറബി കോളേജിൽ പോകാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്ക് ദർസിൽ പോകാൻ കഴിഞ്ഞില്ലല്ലോ, ആര് പറഞ്ഞു കഴിഞ്ഞില്ല? ഇസ്ലാമിന്റെ മസ്അല പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം 130 കിലോമീറ്ററുകൾക്കപ്പുറത്താണ് ഇന്നാലിന്ന മസ്അല പഠിപ്പിച്ചു തരാൻ പറ്റുന്ന ഒരാളുള്ളത് എന്ന് നമ്മൾ അറിഞ്ഞാൽ, അപ്പുള്ള ഹലാലായ മുതൽ മുഴുവൻ നുള്ളി പൊറുക്കി ഉണ്ടാക്കിയിട്ട് ഹിജറ പോകുമ്പോൾ അയാൾ പോകണം എന്നാണ് എല്ലാ മുസ്ലിമിന്റെ ബാധ്യത. എന്നിട്ടോ പാടവും മേടും പുഴയും മലയും താണ്ടി, വാഹനം കിട്ടിയിട്ടില്ലെങ്കിൽ നടന്നുപോയി, ആ നടത്തത്തിനിടയിൽ വഴിയിൽ ഭക്ഷണമായി കഴിക്കാനുള്ള സാധനങ്ങൾ കയ്യിൽ കരുതി 130 കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ആലിമിന്റെ അടുത്ത് പോയിട്ട്, എന്താണ് ഇതിന്റെ മസ്അല? ഹൈലിന്റെ മസ്അല, നിഫാസിന്റെ മസ്അല, ശരീരത്തിന്റെ മസ്അല, ഇദ്ദയുടെ മസ്അല, നിസ്കാരത്തിന്റെ മസ്അല, അത് ചോദിച്ച് അയാളെ സമീപിച്ചിട്ട് തിരിച്ചു പോകാതെ, അയാളെ സമീപിച്ചിട്ട് നഷ്ടപ്പെട്ടു പോയ ഇൽമ കരസ്ഥമാക്കാതെ നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടുകയില്ല. ഇത് പഠിപ്പിച്ച ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിന്റെ മുമ്പില് മൂല്യമാരെ നോക്കിയിട്ട് വേറെ വിഭാഗം ആൾക്കാർ പറയാ, നിങ്ങൾക്കൊക്കെ പറ്റും, ഞങ്ങളൊന്നും പഠിക്കാൻ കഴിയാത്ത ആൾക്കാരല്ലേ. ഒരാൾക്കും ഇന്നത് പറയാനുള്ള അവകാശമല്ല. കാരണം നമ്മൾ മുന്നിക്ക് നോക്കിയ പള്ളി, പിന്നിക്ക് നോക്കിയ മദ്രസ്, സൈഡിക്ക് നോക്കിയാൽ ദർസ്, ഇപ്പുറത്തേക്ക് നോക്കിയ അറബി കോളേജ്, ഇതിന്റെ ഇടയിൽ ഇങ്ങനെ കറങ്ങണ ഒരു കൗമാണ് നമ്മൾ. ഉത്തരേന്ത്യക്കൊക്കെ ഒന്ന് പോയി നോക്കണം, നമ്മൾ ആരാണ് അവരാരാണെന്ന് മനസ്സിലാക്കാൻ. ഞാൻ അവസാനിപ്പിക്കാൻ, ടൈം ഈസ് ഓവർ. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാനിങ്ങനെ പറയാൻ കാരണം, വേറൊന്നുകൊണ്ടുമല്ല. ഇതിപ്പോ നിസ്കാരത്തിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മുഹൂർത്തം വരുമ്പോ, പഠിച്ചോനെ ഇന്നിപ്പോ ഏപ്രിൽ ഫുൾ ആയിരുന്നു, എത്ര ആൾക്കാർ 10 മണി വരെ ഫോൺ അറ്റൻഡ് ചെയ്യാതിരുന്നു? എന്തേ? അതില് ഭയങ്കര ഈമാൻ ഇസ്ലാമാണ് നമുക്ക്. കാരണം ആർക്കും പറ്റിക്ക, ആരെയും പറ്റിക്ക, എങ്ങനെയും പറ്റിക്ക, അത് സ്വാർത്ഥത. യുഹദ്ദിസു ബിൽ കിസ്ബ ഫയുഹ്മലു അൻഹു വൈലുല്ലഹു സുമ്മ വൈലുല്ലഹു, അവനാണ് വൈലി എന്ന നരകം. ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയാ, ആളുകളെ പറ്റിക്കാൻ വേണ്ടി കളവ് പറയാ. എന്നിട്ട് ഫയർഫോഴ്സ് പോലും 10 മണി വരെ അതിലേക്ക് എമർജൻസി കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക. എന്താ? ഫയർഫോഴ്സിനെ പറ്റിച്ചാൽ പോലും അന്ന് കേസില്ല പറ്റിക്കുന്ന ആൾക്ക്. കാരണം ഏപ്രിൽ ഫൂൾ ആണ്. ലോകം മുഴുവൻ നുണ പറയാൻ ഒരു ദിവസം അംഗീകരിച്ചു കൊടുത്തത്, അതിലൊരു ദിവസം ഫെബ്രുവരി 14 വാലന്റൈൻ ഡേ, കാമുകന്മാർക്കൊരു ദിവസം. എത്ര മനോഹരമായിട്ടാണ് ഈ ദിവസമൊക്കെ ആചരിക്കപ്പെടുന്നത്. അതിന് ഫ്ലവേഴ്സ് കൊണ്ടുപോയി വെക്കാനും, അതിന് ഫാൻസി ഷോറൂമിൽ പോയിട്ട് കാർഡുകൾ വിൽപ്പന നടത്താനും, അതിന് പ്രത്യേക സ്റ്റാറ്റസ് ഇടാനും, അതിന് മെസ്സേജുകൾ പങ്കുവെക്കാനും, അതിന് കവിതാശകലങ്ങൾ വളരെ റൊമാൻറ്റിക് ആയിട്ട് പാടിയിട്ട് ആള് ഒരു തരത്തും സെന്റി ഫീലിംഗിൽ ഇങ്ങനെ നടക്കാനോ എത്ര ആൾക്കാരുണ്ട് ലോകത്ത്. ഞാൻ ചോദിക്കട്ടെ, നിസ്കാരത്തിന്റെ വാർഷികം വന്നപ്പോ ഒരു റൂം അടച്ചിരുന്ന് സ്വന്തം നെഞ്ഞത്ത് കൈ വെച്ച് എന്റെ ജീവിതത്തിൽ മനഃപൂർവ്വം എത്ര നിസ്കാരം ഖളാ ആയി എന്ന് സ്വന്തം നഫ്സിനോട് ചോദിക്കാൻ നമ്മളിൽ എത്ര പേര് സമയം കണ്ടെത്തി? ഒരു 10 മിനിറ്റെങ്കിലും ഇല്ല. ഞാൻ അതുകൊണ്ടാണ് നിസ്കാരത്തിന്റെ ഗൗരവം ഇവിടെ ഇങ്ങനെ പറഞ്ഞത്. ഇരുന്ന് നിസ്കരിക്കണം, കടന്ന് നിസ്കരിക്കണം. നമ്മളും നിസ്കാരവും തമ്മിലുള്ള ബാധ്യത എപ്പോഴാണ് മുറിഞ്ഞു പോവാ? ഈ തൊണ്ടക്കുഴിയിൽ നിന്ന് ഒന്നുകിൽ റൂഹ് പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഈ തലച്ചോറിൽ നിന്ന് ബോധം നഷ്ടപ്പെട്ട് നമ്മൾ മജ്നൂൻ, നാട്ടുകാരുടെ മുമ്പിൽ ഭ്രാന്തനാകണം. ഈ 2 വിഭാഗത്തിനും നിസ്കാരം നിർബന്ധമില്ല. കാരണം ഒന്ന് മയ്യിത്ത, ഒന്ന് മജ്നൂനാണ്. ആ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാനും ചിലപ്പം ഭ്രാന്തനായിരിക്കും. കാരണം അവന് ബടിയും സുഖമാണ്, അവിടെയും സുഖമാണ്. കാണുന്നവർക്ക് ചിലപ്പോൾ പ്രയാസമൊക്കെ ഉണ്ട്. നമ്മൾ മുക്കല്ലഫാണ്, നമ്മൾ ബോധം ക്ഷയം സംഭവിച്ചവനല്ല, നമ്മൾ ഭ്രാന്തനല്ല, നമ്മൾ ഇപ്പത്തെ കണ്ടീഷനിൽ മയ്യത്തായിട്ടില്ല.
അല്ലാഹു തആല നമുക്കതിനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ സർവ്വ പാപങ്ങളും പുറത്തു തരുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ടോ കാലദോഷം കൊണ്ടോ നമ്മൾ എന്തെങ്കിലും തെറ്റ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ വിശിഷ്യ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഈ ഹുർമത്താക്കപ്പെട്ട മഖാമിന്റെ ഹക്ക് കൊണ്ട്, ഈ മജ്ലിസിന്റെ ഹുർമത്ത് കൊണ്ടും നൂറ് കൊണ്ടും അല്ലാഹു തആല നമ്മുടെ ശരീരത്തിൽ നിന്ന്, ഖൽബിൽ നിന്ന് ആ പാപക്കറ മായ്ച്ചു തരുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരുമാറാകട്ടെ. അള്ളാഹു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ മക്കൾക്കൊക്കെ അള്ളാഹു നിസ്കാരത്തിന്റെ ബോധം കൽബിലേക്ക് ഇട്ടുകൊടുക്കുമാറാകട്ടെ. അത് വലിയൊരു വിഷയം. അതൊരു ക്യാമ്പയിനായിട്ട് നിങ്ങൾ ആചരിക്കണം എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. കാരണം അതിന് രക്ഷപ്പെടാൻ വേറെ പോകുമ്പോഴില്ല. നിസ്കാരം ഇനി വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാനും ഓപ്ഷനില്ല. അതുകൊണ്ട് അതിൽ ഉള്ള ഒരു കൂൾ മെന്റാലിറ്റി നമ്മളൊന്ന് മാറ്റിയിട്ട് കുറച്ചൊരു സീരിയസ്നെസ്സോടുകൂടെ നിസ്കാരത്തിനെ സമീപിക്കുക. വേറെ ഇബാദത്തിന് ഇനി അത്ര സീരിയസ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിസ്കാരം അങ്ങനെ കാണാവൂ, നിസ്കാരം അങ്ങനെ കാണാവൂ. ബാക്കിയുള്ളത് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഇൻബോൺ ആയിട്ട് കുട്ടിക്ക് കിട്ടണം. അത് നമ്മൾ നന്നായി കൊടുക്കന്നെ വേണം. അപ്പൊ അതുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ച എന്റെ ഉമ്മമാര് കൊടുക്കരുത്, ഉപ്പമാര് വിശിഷ്യ കൊടുക്കരുത്. ചെറുപ്പക്കാരെ, നമ്മൾ നമ്മുടെ ശരീരത്തോട് നീതി പുലർത്തുക ഈ വിഷയത്തിൽ.